അമിഗോ പേരിലെ വ്യത്യസ്തത കൊണ്ട് തന്നെയാണ് ഇന്ന് ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും നായകന്മാരാവുന്ന ഈ ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 10:45 ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സോ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിനൊന്നുമല്ല, സിനിമ എങ്ങനെ ഉണ്ട് എന്ന് അറിയാനല്ലേ. സോ എന്തായാലും നഹാസ് നാസറാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടുമാണ് ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ടൊക്കെ വന്നിട്ടുള്ളത്. സോ സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഈ സിനിമ കാണാൻ പോകുന്നവര് കുറച്ച്, അതായത് റിഫ്രഷ് മൈൻഡിലൊക്കെ പോയിരുന്ന് കാണുക എന്നുള്ള രീതിയിൽ, അതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള പർപ്പസ് മാത്രം ഉദ്ദേശിക്കുക എന്നുള്ള രീതിയിൽ മാത്രം ഈ ഒരു പടം കാണുക. രണ്ടാൾക്കാരുടെ വ്യത്യസ്ത ചിന്താഗതികളുള്ള രണ്ടാൾക്കാരുടെ, അല്ലെങ്കിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള രണ്ടാൾക്കാരുടെ ഒരു കഥ പറയുന്നത്. അവർ എങ്ങനെ കണ്ടുമുട്ടുന്നു, ആ കണ്ടുമുട്ടലിൽ ഉണ്ടാവുന്ന ഒരു ചിരി പടർത്തുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ അതിലൂടെ സഞ്ചരിച്ച് രണ്ടുപേരുടെയും ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പോയി അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, നല്ല രീതിയിൽ ഒരു നല്ല എൻഗേജിങ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫും പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ക്ലൈമാക്സ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ ഇപ്പോഴും പറയുകയാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്. ക്ലൈമാക്സ് എനിക്ക് അത്ര അങ്ങനെ അങ്ങോട്ടൊന്നും ബോധിച്ചില്ല. രണ്ട് നല്ല അതുല്യ പ്രതിഭകൾ അഴിഞ്ഞാട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ പോകുമ്പം ഒരു കൂട്ടുകാരനെയൊക്കെ കൂട്ടി ഇങ്ങനെ പോവുക, എന്നിട്ട് ആ ഒരു വൈബിൽ രണ്ട് കൂട്ടുകാരൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുക. ഞാനിപ്പോൾ അനിയനെ കൂട്ടി പോയതുകൊണ്ട് ആ ഒരു വൈബിലൊക്കെ കണ്ടപ്പോൾ പടം ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ നമ്മൾ ഇതായി പോയി എന്നല്ലാണ്ട് എനിക്ക് അറിയില്ല ബാക്കിയുള്ള ഓഡിയൻസ് എങ്ങനെ എടുക്കും, എന്താണ് ഇതിൻ്റെ ഒരു മൊത്ത ചിത്രം എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും രസമുണ്ട്, നല്ല സ്ക്രീൻ പ്ലേ ആണ്, നല്ല രീതിയിൽ അനാവശ്യമായിട്ടുള്ള ചളി കോമഡികളോ അങ്ങനത്തെ അനാവശ്യ സംഭവങ്ങളൊക്കെ വളരെ കുറവുള്ള രീതിയിൽ വളരെ ഡീസൻ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. സോ ആഷിഖ് ഉസ്മാനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ അതായത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പോയിരുന്ന് കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഈ ഒരു സിനിമയെ പറയുള്ളൂ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. വളരെ മോശം എന്നുള്ള രീതിയിലൊന്നല്ല ഞാൻ പറഞ്ഞത്. സിനിമ ഈ ഒരു ടോണിലാണ് പോകുന്നത്. ആ ഒരു മൂഡിൽ തന്നെ പോയിരുന്ന് പടം കാണുക. ഇതിൻ്റെ ട്രെയിലർ മസ്റ്റായിട്ടും ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഈ പടം ഇങ്ങനെയുള്ളൊരു പടമാണെന്ന് മനസ്സിലാക്കി പോയി പടം കാണുക എന്ന് മാത്രമേ ഈ റിവ്യൂയിലൂടെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗൈസ്.